ഇന്ത്യയുടെ സാമൂഹിക ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ ഒട്ടനവധി ജാതികളുടെയും അതിലുമേറെ വരുന്ന ഉപജാതികളുടെയും അതിൽ തന്നെ വരുന്ന ഒട്ടനവധി ഉപവിഭാഗങ്ങളെയും ഒക്കെ നമുക്ക് കാണാമല്ലോ. അത്തരത്തിൽ കേരളത്തിലും ഒട്ടനവധി ജാതികളെ നമുക്ക് കാണാം. ഈ ചരിത്ര വഴികളിൽ കേരളത്തിലെ നിർണായക വിഭാഗങ്ങളിൽ ഒന്നായി നിലനിന്നവരാണ് നായർ എന്നത്. പ്രധാനമായും ആയുധമേന്തിയവരും ഭരണമേഖലകളിൽ നിലനിന്നവരും ഇവരായതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് കടന്നെത്തിയ വിദേശീയരുമൊക്കെ ഇവരെപ്പറ്റി വിശദമായി പറഞ്ഞു വച്ചിട്ടുണ്ട്. എന്നാൽ ഈയൊരു നായർ ജാതിയിൽ തന്നെ ഒട്ടനവധി ഉപവിഭാഗങ്ങൾ ഉണ്ടെന്ന കാര്യവും അതിൽ തന്നെ ഉയർച്ച താഴ്ചകളുടെ വ്യത്യാസങ്ങൾ ഉണ്ടെന്ന കാര്യവുമൊക്കെ നേരത്തെ പറയുകയുണ്ടായല്ലോ. ആധുനിക കാലത്ത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് മേനോൻ അല്ലെങ്കിൽ മേനോക്കി എന്നത്. ഒരാളുടെ പേരിനോട് ചേർത്ത് മേനോൻ എന്ന പദം നാം പലയിടത്തും കണ്ടിട്ടുമുണ്ടാകും. മുഴുവൻ പേരിന് പകരം മിസ്റ്റർ മേനോൻ എന്ന നിലയിലൊക്കെ വിശേഷണം നൽകുന്നത് നാം കാണാറുണ്ട്. സത്യത്തിൽ ജാതി വ്യവസ്ഥയിൽ മേനോൻ എന്ന പദമോ അല്ലെങ്കിൽ സ്ഥാനമോ എങ്ങനെ വന്നു, എവിടെ നിന്നും വന്നു എന്നതും ഒരു ചോദ്യമാണല്ലോ. വാരിയർ ക്ലാസ്സായ നായർ വിഭാഗത്തിൽ മേനോൻ എന്നത് എവിടെ നിൽക്കുന്നു എന്നതും ഒരു ചോദ്യമാണല്ലോ. കൊച്ചി, മലബാർ, തിരുവിതാംകൂർ എന്നിങ്ങനെ ഘടനാപരമായി 3 മേഖലകളായി അല്ലെങ്കിൽ ദേശങ്ങളായി തിരിഞ്ഞിരുന്ന കേരളത്തിൻ്റെ മേഖലകളിൽ ഇവയ്ക്കുണ്ടായിരുന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാം തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങളും ഒട്ടനവധി ഉത്തരങ്ങളും നമുക്ക് ഈ ഒരു പേരിൽ നിന്നും മാത്രം കണ്ടെത്താനാവും. ജാതി ചരിത്രത്തിൽ ആഴത്തിൽ പഠിച്ച എഡ്ഗർ തേഴ്സ്റ്റൺ അടക്കം മേനോൻ വിഭാഗത്തെപ്പറ്റി എഴുതി വച്ചിട്ടുമുണ്ട്. അപ്രകാരം ഈ വീഡിയോയിലൂടെ മേനോൻ വിഭാഗത്തെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. സത്യത്തിൽ ചരിത്രപരമായി നോക്കിയാൽ മേനോൻ എന്നത് ഒരു പദവി പോലെയാണ്, അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെടുന്ന ഒരു സ്ഥാനപ്പേരാണ്. അതിനുശേഷം മാതൃവഴിയിൽ ഈ പേര് മക്കൾ പിന്തുടരുന്നതായും കാണാം. എന്നാൽ പിന്നീട് പല കാലത്തായി ഈ ഒരു പദവി പണം വച്ചും പവർ വച്ചും ആളുകൾ നേടിയതായും അതിനിപ്പുറം പല നായർ വിഭാഗവും ഈ പേരുകൾ സ്വീകരിച്ചതായും ഒക്കെ കാണാവുന്നതാണ്. വിശദമാക്കാം. മേനോൻ അല്ലെങ്കിൽ മേനോക്കി എന്നതൊക്കെ പൊതുവെ ഒരു നാടുവാഴിയുടെ കോവിലകവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ടോ മേൽനോട്ടം നടത്തുന്ന അല്ലെങ്കിൽ അവിടെയുള്ള കണക്കെഴുത്തുകൾ നടത്തുന്ന എഴുത്തച്ഛനായിട്ടുള്ള ഏത് നിർദ്ദേശവും ഓലകളിൽ എഴുത്തുകളാക്കി മാറ്റുന്ന വിഭാഗമായിരുന്നു. പൊതുവെയുള്ള നായർ വിഭാഗത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ നായർ പടയാളികളെ അപേക്ഷിച്ച് ഇവർ കൂടുതലും വിദ്യാസമ്പന്നരും നാടുവാഴികളുമായി നേരിട്ട് ഇടപഴകുന്നവരുമായിരുന്നു. 1901 ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സെൻസസ് റിപ്പോർട്ടിൽ മേനോക്കിയെ കാണിച്ചിരിക്കുന്നത് നായർ വിഭാഗത്തിലെ ഉപജാതിയായിട്ടാണ്. അമ്പലങ്ങളിലെ കണക്കെഴുത്തുകാരായിട്ടാണ് ഇവരുടെ ജോലി ഉണ്ടായിരുന്നത്. മേലെ എന്നത് മുകളിൽ എന്ന നിലയിലും നോക്കി എന്നത് നോക്കി നടത്തുന്നു എന്ന നിലയിലും ലോപിച്ച് മേനോക്കി ആയി എന്നും വിലയിരുത്താം. ഇനി ഇതിന് എഡ്ഗർ തേഴ്സ്റ്റൻ്റെ വിശദീകരണം തന്നെ എടുക്കാം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മേനോൻ എന്നത് സാമൂതിരി അദ്ദേഹത്തിൻ്റെ ഏജൻറ്റുമാർക്കും എഴുത്തുകാർക്കും നൽകിയിരുന്ന ഒരു പദവി എന്ന നിലയിലാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അതായത് സാമൂതിരിയുമായി നേരിട്ട് ഇടപഴകുന്ന ചില പ്രധാനപ്പെട്ട ആളുകൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള പദവി പോലെയാണ് മേനോൻ എന്നത്. അത് പിൽക്കാലത്ത് പാരമ്പര്യമായി തുടർന്നു പോകുന്നതുമാവാം. എങ്കിലും ഇന്നത്, അതായത് 1800കളുടെ അവസാന കാലത്ത് പല നായന്മാരും ഈ പേര് ഉപയോഗിച്ചു വരുന്നതായി കാണാമെന്നും എഡ്ഗർ തേഴ്സ്റ്റൺ നിരീക്ഷിക്കുന്നുണ്ട്. മലബാറിൽ ഒരു ദേശത്തിൻ്റെ കണക്കെഴുത്തുകാരനെയും മേനോൻ എന്ന നിലയിൽ വിശേഷിപ്പിക്കാറുണ്ട്. ഉയർന്ന പദവി എന്ന നിലയിൽ കൊച്ചി രാജാവ് തന്നെ ചിലർക്ക് ഈ സ്ഥാനപ്പേര് നൽകിയിരുന്നതായും പറയുന്നു. തിരുവിതാംകൂറിൽ പിള്ള പോലെ കൊച്ചി മേഖലകളിലും സാമൂതിരിയുടെ മലബാറിലും മേനോനും നിലകൊണ്ടു. രാജാവ് ഒരാൾക്ക് മേനോൻ പദവി നൽകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഓലയും എഴുത്താണിയും നൽകിയിരുന്നത്രേ. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം നിറവേറ്റേണ്ട ചുമതലകളായ കണക്കെഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്നിവയുടെ ചിഹ്നമായിട്ട് കൂടിയാണ് ഈ ഒരു നടപടി അല്ലെങ്കിൽ ആചാരം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. പിന്നീട് ബ്രിട്ടീഷ് മലബാറിൽ പോലും അംശം അല്ലെങ്കിൽ ആ ദേശത്തിൽ എഴുത്തുകാരനായി ഉണ്ടായിരുന്നവരെയും മേനോൻ എന്ന നിലയിൽ തന്നെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. മലബാറിലെ നായന്മാരെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ള എഫ് ഫോസറ്റിൻ്റെ എഴുത്തുകളെയും എഡ്ഗർ തേഴ്സ്റ്റൺ എടുത്തു പറയുന്നുണ്ട്. സാമൂതിരിയുമായി ബന്ധപ്പെട്ട ഉപവിഭാഗക്കാർക്ക് പൊതുവെ അദ്ദേഹം മേനോൻ പദവി നൽകിയിരുന്നതായും അത് പാരമ്പര്യമായി തുടർന്നു പോന്നിരുന്ന ഒന്നാണെന്നും എന്നാൽ ഇന്ന് അല്ലാതെ തന്നെ ആ പദവി ഉപയോഗിച്ചിരിക്കുന്നതായും അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് 1895 നടന്ന നേരിട്ടറിയുന്ന ഒരു സംഭവത്തെ കൂടി അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. 1895 ഒരു നാടുവാഴി
ഒരു ജനാവലിയുടെയൊക്കെ മുന്നിൽ വെച്ച് ഇത്തരമൊരു ചടങ്ങ് നടത്തിയതായി പറയുന്നുണ്ട്. ഇനി മുതൽ കൃഷ്ണൻ നായർ കൃഷ്ണമേനോനായിട്ടുള്ള പദവി ഞാൻ നൽകുന്നതായി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. സ്വാഭാവികമായും സാമൂതിരിയുടെ ശക്തിയുള്ള കാലഘട്ടത്തിനിപ്പുറം സാമൂതിരിയുടെ പ്രധാന കുടുംബ മേഖലകൾക്ക് പുറമേ പലയിടത്തും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിക്കണം. അതിലൂടെ മേനോൻ എന്ന പേരുകൾ വർദ്ധിച്ചതായും കാണാവുന്നതാണ്. സാമൂതിരിയുടെ കാലത്ത് ഇത്തരം പദവികൾ നൽകിയിരുന്നത് സാമൂതിരിയുടെ കാര്യങ്ങൾ പ്രത്യേകം നോക്കാനായിരുന്നു എന്നതും മനസ്സിലാക്കാവുന്നതാണ്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ സാമൂതിരിയുമായി ബന്ധപ്പെട്ട അമ്പലങ്ങളുടെയും സാമൂതിരിയുടെ കൊട്ടാരവുമായി ബന്ധപ്പെട്ടും പ്രത്യേക ചുമതലകൾ നോക്കി നടത്തിയിരുന്നവരാണ് മേനോക്കി എന്ന് പറയാൻ സാധിക്കും. കൂടുതൽ വ്യക്തമായി തന്നെ ഫോസറ്റ് പറയുന്നുണ്ട്. ഒരു കാലത്ത് പണിക്കർ അല്ലെങ്കിൽ മേനോൻ എന്നതൊക്കെ പദവികളായിട്ടായിരുന്നു നൽകിയിരുന്നത്. നമുക്കറിയാം, ഒരു കാലത്ത് സാമൂതിരി അതിശക്തനായിരുന്നല്ലോ. ആ ഒരു സാമൂതിരിയെ നോക്കാനും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരു ഇന്നർ സർക്കിൾ ഓഫ് ഭരണതലം അവിടെ ഉണ്ടാവും. ഇത്തരത്തിൽ വരുന്ന ഉപവിഭാഗങ്ങളിൽ പലർക്കുമാണ് മേനോൻ പദവി നൽകിയിരുന്നത്. അഥവാ കൊട്ടാരത്തിനുള്ളിലെ രാജാവുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നവർക്ക്. അപ്രകാരം മേൽനോട്ടം നടത്താൻ അവകാശം ലഭിച്ചു എന്ന നിലയിൽ ആ പദവി കിട്ടിയവർക്ക് അത് പാരമ്പര്യമായി ഉപയോഗിക്കാനും സാധിച്ചു, അതും മാതൃവഴിയിൽ മാത്രം. പിൽക്കാലത്ത് ഇത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് പുറമേയുള്ള നായർ കുടുംബങ്ങളും ഈ ഒരു പദവി അല്ലെങ്കിൽ പേര് ഉപയോഗിക്കാൻ ശ്രമിച്ചതായി കാണാം. അതിനുള്ള കാരണങ്ങളും ലളിതമാണ്. നോക്കൂ, പഴയകാല ആ ചരിത്ര വഴികളിൽ നായർ എന്ന വിഭാഗം തന്നെ പലതരം സ്റ്റാറ്റസുകളിലായി പല ഉപവിഭാഗങ്ങളിലായി തിരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതിൽ സാമൂതിരിയോട് ചേർന്ന് നിൽക്കുന്ന മേനോൻ വിഭാഗത്തിന് ജാതി വ്യവസ്ഥയിൽ ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല കാലത്തായി പ്രബലരായിരുന്ന പലരും ഈ ഒരു സ്ഥാനപ്പേര് നേടിയെടുക്കുകയുണ്ടായി. ഒരു കാലത്തിനിപ്പുറം സാമൂതിരിയുടെ ശക്തിയുമൊക്കെ ഇല്ലാതായല്ലോ. ആ ഒരു സമയത്ത് നാടുവാഴിക്ക് സമ്മാനങ്ങളും ഒരു പണവും നൽകിയാൽ മേനോൻ എന്ന സ്ഥാനപ്പേരിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. കൊച്ചി രാജ്യത്തും ഈ ഒരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നതായി പറയുന്നുണ്ട്. കൊച്ചി രാജാവ് നൽകുന്ന മേനോൻ പദവി സ്വതവേ നൽകുന്നതാണെങ്കിൽ പാരമ്പര്യമായി ഉപയോഗിക്കാമെന്നിരിക്കെ പണം ഉപയോഗിച്ചും ഈ ഒരു സ്ഥാനം വാങ്ങാവുന്നതായിരുന്നു എന്ന് വിദേശീയരുടെ എഴുത്തുകളിൽ പറയുന്നുണ്ട്. എന്നാൽ അത് പാരമ്പര്യമല്ലെന്നും അയാളുടെ മരണം വരെയേ ഉപയോഗിക്കാൻ സാധിക്കൂ എന്നുമുണ്ട്. നിശ്ചിത തുക നൽകി ഈ ഒരു പദവിയൊക്കെ നേടുന്ന സന്ദർഭത്തിൽ 2 പേർ അടുത്ത് തന്നെ നിന്ന് അവരെ മേനോൻ എന്ന നിലയിൽ അഭിസംബോധന ചെയ്യുമത്രേ. സ്വാഭാവികമായും സമൂഹത്തിൽ ആ കാലത്ത് ഉയർന്നു നിന്നവർക്ക് മാത്രമാണ് മേനോൻ എന്ന പേര് പണം കൊടുത്തും ഉപയോഗിക്കാൻ സാധിച്ചിരുന്നത് എന്ന് പറയേണ്ടതുണ്ട്. ചരിത്ര വഴികളിൽ നാം പട്ടോല മേനോനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓലയിൽ പട്ടോല മേനോൻ എഴുതുകയും വായിക്കുകയും ചെയ്യും. രാജാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി എന്നീ നിലയിലൊക്കെയാണ് പട്ടോല മേനോൻ നിലകൊണ്ടിരുന്നത്. ഇവിടെയും എഴുത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവർ നിലകൊള്ളുന്നത്. പോർച്ചുഗീസ് എഴുത്തുകാരനായ ബർബോസയും കോഴിക്കോട് 1500 കാലത്ത് സന്ദർശിക്കുകയും വിശദമായ രേഖപ്പെടുത്തലുകൾ നടത്തുകയുമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും മേനോൻ അല്ലെങ്കിൽ മേനോക്കിയൊക്കെ പറ്റി പറയുന്നുണ്ട്. സാമൂതിരി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഒട്ടനവധി എഴുത്തുകാരെ നിലനിർത്തിയിട്ടുണ്ടെന്നും ഇവർ രാജാവിൽ നിന്ന് കുറച്ചകലെയായി ചില ബെഞ്ചുകളിലാണ് ഇരിക്കുന്നതായി കണ്ടെന്നും ബർബോസ പറയുന്നത്. രാജാവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതുന്നവർ ഇവരാണ്. രാജാവിൻ്റെ ധനകാര്യങ്ങളും നികുതി വിവരങ്ങളുമൊക്കെ അവർ പരിശോധിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. ഏത് സമയവും അവരുടെ കൈകളിൽ എഴുത്താണി ഉണ്ടെന്നും ബർബോസ പറയുന്നു. രാജാവിൻ്റെ ഉത്തരവുകൾ കേൾക്കാൻ സദാസമയം അവർ നിലകൊള്ളുന്നുവെന്നും ഉടനെ അത് എഴുത്തായി മാറ്റുകയും ചെയ്യുന്നു. ഇവരൊക്കെ തന്നെയും പ്രായമായവരാണെന്നും ഏവരും അവരെ ബഹുമാനിക്കുന്നുണ്ടെന്നും ബർബോസ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂതിരിയുടെ കൊട്ടാരത്തിൽ വിദേശീയരുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളുടെ വിവരങ്ങൾ എഴുത്തായി രേഖപ്പെടുത്തി വെക്കുന്നതിനും ഇവർ നിർണായകമായി നിലകൊള്ളുന്നു എന്നും ബർബോസ പറഞ്ഞു വെച്ചു. ഏതായാലും നായർ വിഭാഗത്തിലെ വിദ്യാസമ്പന്നരായ വിഭാഗം കൂടിയാണ് മേനോൻ വിഭാഗത്തിൽ പെട്ടത് എന്ന് പറയാം. സ്വാഭാവികമായും കാലചക്രം മാറിയപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉദ്യോഗസ്ഥ തലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥലങ്ങളിലും രാഷ്ട്രീയ മേഖലകളിലുമൊക്കെ മേനോൻ വിഭാഗം ആദ്യകാലത്ത് തന്നെ കടന്നു വരികയുണ്ടായി എന്നതും ചരിത്രം. കാരണം പഴയ കാലം മുതൽ തന്നെ അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നല്ലോ. സാമൂഹിക മേഖലകളിലൊക്കെ തന്നെയും പ്രസിദ്ധരായ ഒട്ടനവധി മേനോൻ പേരുള്ളവരെയും ഒക്കെ നമുക്ക് കാണാം. പലപ്പോഴും പേരിന് പകരം മിസ്റ്റർ മേനോൻ എന്ന നിലയിൽ മാത്രം ഇവരെയൊക്കെ പണ്ട് വിളിച്ചിരുന്നതും നമുക്കറിയാമല്ലോ. ഏതായാലും ചരിത്രപരമായി നോക്കിയാൽ കൊട്ടാരം, അമ്പലങ്ങൾ തുടങ്ങിയ മേഖലകളിലെ മേൽനോട്ടക്കാർ
അല്ലെങ്കിൽ കണക്കെഴുത്തുകാർ തുടങ്ങിയ പദവികൾ വഹിച്ചവരാണ് മെനോൻ വിഭാഗം എന്ന് പറയാം.